ക്ഷേത്രപഥം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ക്ഷേത്ര ചൈതന്യങ്ങളുടെ അകപ്പൊരുൾ തേടി ഒരു തീർത്ഥയാത്ര. ക്ഷേത്രപഥം ചാനലും ഞങ്ങളുടെ വീഡിയോകളും നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രദക്ഷിണമില്ലാത്ത ക്ഷേത്രം. അഗസ്ത്യമുനി തപസ്സു ചെയ്ത് പൂജിച്ച അപൂർവതയാർന്ന ഗണപതി വിഗ്രഹം. വറ്റാത്ത അരുവി ഉറവയാൽ ജലസമൃദ്ധമായ പുണ്യഭൂമി. ശിവപാർവതീ സമേതനായ ക്ഷിപ്രപ്രസാദിയായ സിദ്ധിവിനായക ഭാവത്തിൽ കുടികൊള്ളുന്ന കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് വില്യാപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അരിയൂറ സിദ്ധിവിനായക ഗുഹാക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രപഥത്തിൻ്റെ ഇന്നത്തെ യാത്ര. പ്രകൃതിരമണീയതയും ശാന്തതയും ആധ്യാത്മികമായ നിഗൂഢതകളും അത്ഭുതങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഉയർന്നു നിൽക്കുന്ന വലിയ മലയുടെ ചെരുവിൽ മധ്യഭാഗത്ത് ഗുഹയിൽ ഋഷീശ്വരന്മാരാലും ദേവന്മാരാലും പൂജിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ശിവപാർവതീ സമേതനായ സിദ്ധിവിനായക ഗണപതിയുടെ അപൂർവമായ പ്രതിഷ്ഠ. ഈ ക്ഷേത്രം വളരെ പണ്ട്, അതായത് അഗസ്ത്യമുനിയുടെ കാലം മുതൽ ആരാധന നടന്നു പോന്ന, അതായത് ഭക്തജനങ്ങളാൽ അല്ലാതെ ദൈവീകമായ ഒരു ആരാധന നടന്നു വന്ന ഒരു ക്ഷേത്രമാണിത്. സിദ്ധിവിനായകനാണ്. എല്ലാ വിഘ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഈ നാട്ടുകാർക്കും ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും വേണ്ടുന്ന ഐശ്വര്യങ്ങൾ തരുന്ന ദേവനാണ് ഈ മഹാഗണപതി. തടസ്സങ്ങളെ അകറ്റി ജ്ഞാനം, സമൃദ്ധി, ഭാഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്ന ദേവനാണ് സിദ്ധിവിനായക ഗണപതി. അഗസ്ത്യമുനിയുടെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ പ്രദേശമാണിത്. ബ്രഹ്മപുത്രനായ പുലസ്ത്യൻ്റെ മകനായിരുന്നു അഗസ്ത്യമുനി. അദ്ദേഹം ഇവിടെ ഗുഹാക്ഷേത്രത്തിൽ ഗണപതി ഭഗവാനെ ആരാധിച്ച് പൂജ ചെയ്ത് തപസ്സനുഷ്ഠിച്ചതായി ഐതിഹ്യങ്ങൾ പറയുന്നു. ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ മുകളിലായി ജല ഉറവയുണ്ട്. ഏതു കൊടിയ വേനലിലും വറ്റാതെ സദാസമയവും മലഞ്ചെരുവിലൂടെ തീർത്ഥജലം താഴത്തേക്ക് ഊർന്നിറങ്ങുന്ന അത്ഭുതമായ കാഴ്ച ഏവരിലും വിശ്വാസവും ആശ്ചര്യവും ജനിപ്പിക്കുന്നതാണ്. ജലസമൃദ്ധിയുള്ളതിനാൽ ഗുഹാക്ഷേത്രത്തിന് മുകളിലായി നിറഞ്ഞു നിൽക്കുന്ന ഔഷധഗുണമുള്ള സസ്യലതാദികൾ ഈ ഒഴുകിവരുന്ന ജലത്തിന് അതീവ ഔഷധഗുണമുള്ളതാക്കി മാറ്റുന്നു. ഇനി ഒരൽപ്പം ക്ഷേത്ര ചരിത്രം. പൗരാണികവും ഋഷീശ്വരന്മാരാൽ ആരാധിക്കപ്പെട്ടതുമായ ഗണപതി വിഗ്രഹത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും പഴക്കം എത്രയെന്ന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. വളരെ കാലം കാടുമൂടിക്കിടന്നിരുന്ന ഈ പ്രദേശം പ്രദേശവാസികളായ ഭക്തരുടെ കൂട്ടായ്മയിൽ വിളക്ക് വെച്ച് ആരാധന നടത്തിപ്പോന്നിരുന്നു. ഈ പ്രദേശത്തെ പ്രമുഖ ശിവക്ഷേത്രമായ പൊന്മേരി ശിവക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനവുമായി നടത്തിയ പ്രശ്നചിന്തയിൽ പൊന്മേരി ശിവക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായി ഗുഹയിൽ ഒരു ഗണപതി വിഗ്രഹമുണ്ടെന്നും ആ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കനുസൃതമായിട്ട് മാത്രമേ പൊന്മേരി ക്ഷേത്രത്തിന് ഉയർച്ചയുണ്ടാകുകയുള്ളൂ എന്നും നിർദ്ദേശം വരികയുണ്ടായി. എൻ്റെ ചെറുപ്പത്തിൽ പൊന്മേരി ശിവക്ഷേത്രത്തിന് ജനകീയ കമ്മിറ്റി വന്ന കാലം, അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പല കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ അവർ എടക്കാട് വിജയൻ നമ്പ്യാരുടെ പ്രശ്നചിന്തയിൽ അവർ കണ്ടതാണ് ഈ പൊന്മേരി ശിവക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തായിട്ട് ഒരു ഗുഹയിലൊരു ഗണപതി വിഗ്രഹം ഉണ്ടെന്നും അതിൻ്റെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതിക്കനുസൃതമായി മാത്രമേ പൊന്മേരി ക്ഷേത്രത്തിന് വളർച്ചയുണ്ടാകൂ എന്ന ഒരു നിർദ്ദേശം വന്നു. ഗണപതി വിഗ്രഹം എവിടെയാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രാദേശിക കമ്മിറ്റിക്ക് ഗുഹാഗണപതി ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. എന്നതിന് ശേഷം 5-10 വർഷം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ഭരണസമിതി വരികയും പുതിയോട്ടിൽ കണ്ണാട്ടം പ്രസിഡന്റ് ആയി തുടരുകയും ചെയ്യുന്ന സമയത്താണ് ഇതൊരു പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനവുമായി ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. അങ്ങനെ ആ പ്രവർത്തനത്തോടുകൂടി ക്രമാനുഗതമായ പുരോഗതി ഉണ്ടായി. ഇപ്പോൾ ഉത്തര കേരളത്തിൽ ഏതാണ്ട് അറിയപ്പെടുന്ന വൻകിട ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം
അനിശ്ചിതത്വത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ പ്രദേശത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ നില. ഈ പ്രദേശത്തെ ഭക്തജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ സംഭവമുണ്ടായത് 10 വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിലെ അഗസ്ത്യ ഫൗണ്ടേഷൻ അവിടെ നടത്തിയ യാഗം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നടന്ന പ്രശ്നചിന്തയിൽ ഉത്തര കേരളത്തിൽ അഗസ്ത്യമുനി തപസ് ചെയ്ത ഒരു ഗണപതി ഗുഹാക്ഷേത്രമുണ്ടെന്നും ആ ക്ഷേത്രം നിലനിൽക്കുന്ന ഗുഹയ്ക്ക് മുകളിൽ നിന്നും മലഞ്ചെരുവിൽ നിന്നും തീർത്ഥജലം ഉറവയായിട്ട് ഉത്ഭവിക്കുന്നുണ്ടെന്നും അത് ശേഖരിച്ചു കൊണ്ടുവന്ന് യാഗഭൂമിയിൽ തളിച്ചു കഴിഞ്ഞാൽ യാഗം ശുഭമായി നടത്താമെന്നും തെളിഞ്ഞു. അങ്ങനെ അവർ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവസാനം അരിയൂറ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അഗസ്ത്യമുനിയുടെ പുരാതനമായ ചരിത്രരേഖകളിൽ ഇവിടുത്തെ വിഗ്രഹത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെന്നും വിഗ്രഹം നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവിടെ നിന്നും തീർത്ഥം കൊണ്ടുപോയാണ് അവർ യാഗം പുനരാരംഭിച്ചത്. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു 8-10 വർഷം മുമ്പ് പിന്നെ ഇതേപോലെ തന്നെ കർണാടക പ്രദേശത്ത് നിന്ന് 2 പേര് ഇവിടെ വന്ന് ഈ ക്ഷേത്രം സന്ദർശിച്ചു. അവർക്ക് ആവശ്യം എന്താ വെച്ചാൽ, ഇവിടെ മലഞ്ചെരുവിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് ഒഴുകുന്ന ഒരു തീർത്ഥമുണ്ട്. ആ തീർത്ഥജലം ശേഖരിക്കൊണ്ട് ഉദ്ദേശിച്ചാണ് അവർ വന്നത്. അവരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരെ കർണാടകത്തിൽ പതിവായി വർഷം തോറും നടക്കുന്ന ഒരു യാഗമുണ്ട്. 3 വർഷമായോ 4 വർഷമായോ പല കാരണങ്ങൾ ഈ യാഗം മുടങ്ങുന്നു. അവർ സ്വർണ്ണപ്രശ്നം വെച്ചപ്പോൾ അവർ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഉത്തര കേരളത്തിൽ ഇങ്ങനെ മലഞ്ചെരുവിലായിട്ടൊരു ഗണപതി വിഗ്രഹം ഉണ്ടെന്നും ആ വിഗ്രഹം നിലനിൽക്കുന്നിടത്തുനിന്ന് തീർത്ഥജലം എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഈ യാഗഭൂമിയിലേക്ക് തളിച്ചാൽ മാത്രമേ എനിക്ക് തുടർന്ന് കാര്യങ്ങൾ നടത്തി പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു അത്ഭുതകരമായ വസ്തുതയുണ്ട്. അങ്ങനെ മലയാളികളല്ലാത്ത കർണാടകക്കാർ ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത കൂടി. അഗസ്ത്യമുനി തപസ്സിരുന്ന ക്ഷേത്രമാണെന്ന് അറിഞ്ഞതോടുകൂടി വിശ്വാസികളുടെ തിരക്കേറി. വിവിധ ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഈ പുണ്യക്ഷേത്രം തേടിയെത്തുകയും അരിയൂർ ഗുഹാസിദ്ധിവിനായക ക്ഷേത്രം പ്രസിദ്ധമാവുകയും ചെയ്തു. വിളിച്ചാൽ വിളിപ്പുറമെത്തുന്ന സിദ്ധിവിനായകന്റെ അത്ഭുത വരദാന വിശേഷങ്ങൾ നേരിട്ടറിഞ്ഞ ഭക്തജനങ്ങൾ വാചാലരാവുകയാണ്. പിന്നെ ഇവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ പല അനുഭവം എനിക്ക് ഇവിടെ നടന്നിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ പലതും. ഇവിടെ ഞാളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇവിടുത്തെ ഒരു സംഭവം അന്നേ പറയുന്നത്. ഇവിടുന്ന് ഇങ്ങനെ അന്ന് ഇവിടെ ഒന്നുമില്ല, അന്നൊരു പരിപാടി കാര്യമൊന്നും ഇങ്ങനെ ഇങ്ങനത്തെ എടുപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറ്റിയിൽ അന്നൊരു അമ്മ ഉണ്ടേനും. അപ്പോൾ അന്ന് അവിടെ പായസം വെക്കുമ്പോൾ കുഞ്ഞാക്ക് 10-15 ഉണ്ടാവും. വെള്ളവുമില്ല, കേടൊന്നും വന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ ഉമ്മക്ക് ഒരുമാതിരിയുള്ള കാര്യങ്ങളിലായി. വെള്ളത്തിൻ്റെ കാര്യമാണ് പ്രശ്നമുള്ളൂ. എന്നിട്ടൊന്നും റോഡൊന്നുമില്ല. എന്തിനാ പറയുന്നത്, 10 മിനിറ്റ് കഴിഞ്ഞ് കളവ് അന്ന് ഈ വീണ വെള്ളം ബക്കറ്റ് വെച്ചെടുക്കും, ഒരു തുല്യ പറ്റുന്നുള്ളൂ. ചെരോന്ന് വെച്ചിട്ട് ഞാൾ കൊണ്ടുവന്ന ബക്കറ്റ് എല്ലാം ഫുള്ളായി. പിന്നെ സാധാരണ വീം പോലെ തന്നെ. ഇതെല്ലാം എൻ്റെ അനുഭവം പറയുന്നതാണ്. ഞാൻ ഹരിദാസൻ മാസ്റ്റർ, ഞാൻ റിട്ടയർഡ് AEO വടകരയാണ്. താമസിക്കുന്നത് കിലോമീറ്റർ അപ്പുറമാണ്. ഭാര്യയാണ് കുമരി. അപ്പോൾ ഇവരുടെ അച്ഛൻ്റെ സ്ഥലമായിരുന്നു. അച്ഛൻ വാങ്ങിയതാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ. വളരെ കാലത്തെ പഴക്കമുള്ള ഒരു സ്ഥലമാണ്. ഋഷിമാർ പൂജ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. നമ്മൾ കാണുന്നില്ല എന്ന് ഇത്. അപ്പോൾ അവർ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ഗുഹയൊക്കെ കുഴിച്ചത്. പിന്നെ ഈ ഗുഹേൻ്റെ ഒരു പ്രത്യേകത ഈ മലയുടെയും വലിയൊരു ഒറ്റ പാറയാണ്. ഈ ഗുഹേൻ്റെ ഉള്ളിൽ ഇരുന്നാൽ നമുക്ക് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവില്ല. അതായത് കാറ്റ് ബാധിക്കില്ല, മഴ ബാധിക്കില്ല, ചൂട് ബാധിക്കില്ല, ഇപ്പോൾ ഇടിഞ്ഞ് വീഴുന്നുള്ള പ്രശ്നവും തോന്നില്ല. അത്രയും വിലപ്പെട്ട ഒരു പാറയാണ്. ഇതിലൂടെ പല ഔഷധങ്ങളുണ്ടെന്ന് പറയുന്നു. പിന്നെ പാമ്പുകളൊക്കെ കണ്ടുവരുന്നു. അങ്ങനെ ഒരു ദിവ്യമായ സ്ഥലമായിട്ടാണ് ഇത് കരുതുന്നത്. നിരവധി ഭക്തർ ഈ മണ്ഡലമാസങ്ങളിൽ മാല ധരിക്കുകയും ഈ ക്ഷേത്രത്തിൽ നിന്ന് നിരവധി ഭക്തർ ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു അമ്പലമാണ് ഈ ശ്രീ അരിയൂർ ഗുഹാക്ഷേത്രം. വിവാഹ തടസ്സം നേരിടുന്ന ഭക്തജനങ്ങൾ ഇവിടെ എല്ലാ മാസവും കാർത്തിക നാളിൽ രാവിലെ നടക്കുന്ന മംഗല്യപൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉറപ്പെന്ന് അനുഭവസാക്ഷ്യങ്ങൾ. ഈ വിവാഹം കഴിയാത്ത കുട്ടികൾക്ക് മംഗല്യപൂജ നടന്ന് 3 പ്രാവശ്യം മംഗല്യപൂജ നടന്നവരുണ്ട്. 1-2 പ്രാവശ്യം നടക്കുമ്പോൾ തന്നെ വിവാഹം വന്നു ചേരുന്നവരും ഉണ്ട്. അങ്ങനെ ഇതുവരെയും അത് തുടർന്ന് പോരുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കുട്ടീൻ്റെ കല്യാണം തന്നെ കയ്യാണ്ട് ഞാൻ പല ക്ഷേത്രത്തിലും പോയിട്ട് ഒന്നും ഒരു നേർക്ക് നേരെ ആയില്ല സംഭവം. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇനി ഇല്ലത്തുവാ അരൂറ ഇവിടെ വന്ന് ഇവിടെ ഇത് വിളക്ക് പൂജ ഉണ്ടെന്ന്
3 വിളക്ക് ആ കുട്ടി ഇരുന്നിട്ടുള്ളൂ. കല്യാണം കഴിച്ചപ്പോൾ കുട്ടികളായി. ഇവിടെയൊന്നും കല്യാണം കഴിയാത്ത എത്രയോ കുട്ടികളുണ്ട്. 26, 28, 40 വയസ്സായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാർത്തിക പൂജ കഴിഞ്ഞ് ഇവിടെ കഴിയുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ പണ്ട് കൃഷിമാർ തപസ് തീരുന്ന ഇവിടെ പൂജ കഴിയുന്നുണ്ട് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഒരു സ്വാമി, ഒരു വെള്ള മുണ്ടുടുത്ത ഒരു കുടുംബ കെട്ടിയ ഒരു സ്വാമിയെ ഞാനിവിടെ കണ്ടിരിക്കുന്നു. പക്ഷേ എന്നോട് മിണ്ടിയിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല അയാൾ. ഞാൻ കണ്ടതാണ്. വെള്ള മുണ്ട ഉടുത്തത്, പിന്നെ ഒരു കുടുംബ കെട്ടിയിട്ടാണ്. ഇങ്ങനെ ശരിക്കും തെറ്റുകൊടുത്തിട്ടാണ് കണ്ടത്. അത് പുരുഷൻ തന്നെ, നല്ല തടിച്ച് വെളുത്തിട്ടുള്ള ഒരാൾ. അതെൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടു. ജീവിതത്തിലെ തടസ്സങ്ങളും വെല്ലുവിളികളും ഇല്ലാതാകാനും ആത്മീയ ശക്തികളും വിജയവും കൈവരിക്കുവാനും സമൃദ്ധി, ഭാഗ്യം എന്നിവയ്ക്കുള്ള അനുഗ്രഹങ്ങൾ നേടാനും തിന്മകളിൽ നിന്നും വിപരീത ഊർജങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനും അനിശ്ചിതത്വത്തിൻ്റെ സമയങ്ങളിൽ മാർഗനിർദ്ദേശവും ജ്ഞാനവും നൽകി തുണയേകുന്ന ക്ഷിപ്രപ്രസാദിയായ സിദ്ധിവിനായകൻ്റെ വരദാന പുണ്യം നേടി അനുഗ്രഹീതരായ നിരവധി ഭക്തരാണ് ഈ നടയിൽ എത്തുന്നത്. കോഴിക്കോട് ജില്ലയിലെ വില്യാപ്പള്ളി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അരിയൂറ ഗുഹാക്ഷേത്രത്തിലേക്ക് വടകരയിൽ നിന്നും വില്യാപ്പള്ളി വഴി ഏകദേശം 8 കിലോമീറ്റർ ദൂരമാണുള്ളത്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 9 മണി വരെ ക്ഷേത്രനട തുറന്ന് ഭക്തർക്ക് ദർശനമുണ്ട്. എല്ലാ വർഷവും മലയാള മാസം മകരം 10, 11, 12 തീയതികളിൽ പ്രതിഷ്ഠാദിന വാർഷിക മഹോത്സവവും വിനായക ചതുർത്ഥിയും എല്ലാ മാസത്തിലെയും കാർത്തിക നാളും പ്രധാന വിശേഷ ദിനങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട്.